നമ്മുടെ എല്ലാം മനസ്സിൽ വർണ്ണപ്പൂക്കളം തീർത്തുകൊണ്ട് ഒരു ഓണം കൂടി വന്നെത്തിയിരിക്കുകയാണ്. ഈ ഓണക്കാലത്ത് ഓണവിശേഷങ്ങളും സിനിമാ വിശേഷങ്ങളും പങ്കുവയ്ക്കാനായി എന്നോടൊപ്പം ഒരു വിശിഷ്ട അതിഥി കൂടിയുണ്ട്, ശ്രീ പൃഥ്വിരാജ് സുകുമാരൻ. നമുക്ക് സ്വാഗതം ചെയ്യാം. മെമ്മറീസ് എന്ന ചിത്രം പകർന്നു തരുന്ന വിജയത്തിൻ്റെ ഒരു പുഞ്ചിരിയാണ് ഈ മുഖത്ത് ഞാൻ കാണുന്നത്. ശരിക്കും മധുരമായിരുന്ന ഓർമ്മകൾ എന്തൊക്കെയാണ് മെമ്മറീസിൻ്റെ പുതിയ വിശേഷങ്ങൾ? ഇതാണ് വിശേഷം. സിനിമ ഒരു വിജയമായി എന്നുള്ളതിൽ ഒരുപാട് സന്തോഷം. എല്ലാ സിനിമയും നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന ഇതൊക്കെയാണ്. ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ ആ സിനിമ കാണുക, ആ സിനിമ റിലീസാകുന്ന തിയേറ്ററുകളിൽ ഒരുപാട് ദിവസം ഓടുക, അതിനുവേണ്ടി പണം മുടക്കുന്ന നിർമ്മാതാവിന് ലാഭം കിട്ടുക. അപ്പോൾ ഈ എല്ലാ ഘടകങ്ങളിലും മെമ്മറീസ് എന്ന് പറയുന്ന സിനിമ ഒരു വിജയമാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷമുള്ള കാര്യം. അതിനേക്കാൾ ഈ സന്തോഷത്തിനൊരു മധുരം ഇരട്ടിക്കുന്നത് ഈ സിനിമ നമ്മൾ ഒരിക്കലും ഒരു കമേഴ്ഷ്യൽ ബ്ലോക്ക് ബസ്റ്റർ ഡിസൈൻ ചെയ്യേണ്ട ഒരു ശ്രമം അങ്ങനെയൊന്നും ഇതിലില്ല. ഈ സിനിമ കാണുമ്പോൾ മനസ്സിലായത് അങ്ങനെ ഒരുപാട് ബഹളങ്ങളോ പാട്ടോ ഫൈറ്റോ അങ്ങനെയൊന്നുമില്ല ഈ സിനിമയിൽ. ഇത് ഒരു കഥാപാത്രത്തിൻ്റെ ജീവിതം ഇങ്ങനെ പിന്തുടർന്ന് പോവുകയും അതിലൂടെ സംഭവിക്കുന്ന ചില കഥാ വികസനങ്ങളൊക്കെയാണ്. അപ്പോൾ അത് ഒരു കണക്കിന് ഓൾമോസ്റ്റ് ഒരു ഡ്രൈ ആയിട്ടുള്ളൊരു സിനിമയാണ്. അപ്പോൾ ഒരു നല്ല സിനിമയാകുമെന്നുള്ളൊരു വിശ്വാസം ഉള്ളിലുണ്ടായിരുന്നുവെങ്കിലും ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ഇത്ര വലിയൊരു വിജയം ശരിക്ക് ഒരു പരിധി വരെ അപ്രതീക്ഷിതമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വിജയം എനിക്ക് തോന്നുന്നു ഇരട്ടി സന്തോഷം തരുന്ന വിജയമാണ്. എനിക്ക് നന്ദി പറയാനുള്ളത് ശരിക്കും പ്രേക്ഷകരോടാണ്. കാരണം നല്ല സിനിമ സ്വീകരിക്കപ്പെടുമെന്നുള്ള വിശ്വാസത്തിന് വീണ്ടും അവർ ശക്തി കൂട്ടുകയാണ്. എന്നെ പോലെയുള്ള നടന്മാർ ഹിറ്റ് സിനിമകളെ അല്ല തേടി പോകേണ്ടത്, നല്ല സിനിമയാണ് തേടി പോകേണ്ടതെന്നുള്ളത് പഠിപ്പിച്ചു തന്നതിന് ശരിക്കും ഈ പ്രേക്ഷകരോടാണ് നമ്മൾ നന്ദി പറയേണ്ടത്. ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് നല്ല സിനിമകൾ ഒരുപാട് ഞങ്ങൾക്ക് കിട്ടി പൃഥ്വിരാജിൻ്റെ അടുത്ത് നിന്ന്. നല്ല സിനിമകൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ ഹിറ്റുകൾ തന്നെ. ശരിക്കും ഈ സിനിമകൾ സെലക്ട് ചെയ്യുന്ന കാര്യത്തിൽ ആ ഒരു സ്ട്രാറ്റജിയിൽ വരുത്തിയ മാറ്റങ്ങളാണോ ഞാൻ ഈ സിനിമകളൊന്നും ഇപ്പോഴല്ല ഞാൻ സെലക്ട് ചെയ്തത്. ഞാൻ ഈ ചെയ്ത എല്ലാ സിനിമകളും സെല്ലുലോയിഡ് എന്ന് പറയുന്ന ഒരു സിനിമ ഒഴിച്ചു വെച്ചാൽ, സെല്ലുലോയിഡ് മാത്രമാണ് ഞാൻ ഒരു ഒന്നര വർഷങ്ങൾക്ക് മുമ്പ് കമ്മിറ്റ് ചെയ്ത പടം. ബാക്കി എല്ലാ സിനിമകളും ഇപ്പം മെമ്മറീസ് ആണെങ്കിലും മുംബൈ പോലീസ് ആണെങ്കിലും അയാളും ഞാനും തമ്മിലാണെങ്കിലും എല്ലാം തന്നെ കുറഞ്ഞതൊരു 4 വർഷം മുമ്പാണ് ഞാൻ കമ്മിറ്റ് ചെയ്തത്. അത് എൻ്റെ പല കമ്മിറ്റ്മെൻറ്റ്സ് കാരണവും ആ സംവിധായകരുടെയും ഒക്കെ പല കമ്മിറ്റ്മെൻറ്റ്സ് കാരണവും മറ്റ് പല കാരണങ്ങൾ കൊണ്ടും ഒടുവിൽ സംഭവിക്കുന്നത് ഇപ്പോഴാണെന്ന് മാത്രം. അപ്പോൾ എനിക്ക് പറയാൻ ഇത്രയേ ഉള്ളൂ, സന്തോഷം. നല്ല സിനിമകൾ ഞാൻ കാരണം ഉണ്ടാകുന്നു, ആ സിനിമകൾ സ്വീകരിക്കപ്പെടുന്നു. പക്ഷെ ഇതൊന്നും ഞാൻ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ എടുത്ത തീരുമാനങ്ങളല്ല. ഇതൊക്കെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ചെയ്യണമെന്ന് ആഗ്രഹിച്ച് ചെയ്യാമെന്ന് സമ്മതിച്ച സിനിമകളാണ്. ഒരു നല്ല സ്ക്രിപ്റ്റുമായിട്ട് നല്ലൊരു സ്ക്രിപ്റ്റ് റൈറ്റർ അല്ലെങ്കിൽ ഒരു സംവിധായകനെ അപ്രോച്ച് ചെയ്താൽ അപ്രോച്ചബിൾ ആണ് പൃഥ്വിരാജ് എന്ന നടൻ എന്ന് തോന്നിയിട്ടുണ്ടോ? സാധാരണ പുതിയൊരു സിനിമയായിരിക്കും. അതെന്നെ അപ്രോച്ച് ചെയ്യുന്നവരോട് ചോദിക്കണം ഞാൻ അപ്രോച്ചബിൾ ആണോ അല്ലേ എന്നുള്ളത്. എനിക്ക് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ എനിക്ക് അത്രയേ ഉള്ളൂ. എനിക്ക് ആരാണ് സംവിധായകൻ എന്നുള്ളതിനേക്കാളൊക്കെ സിഗ്നിഫിക്കൻ്റ് ആണ് എന്താണ് ആ സിനിമ എന്നുള്ള ചോദ്യം. എന്നെ കൺവിൻസ് ചെയ്യണമെങ്കിൽ ആദ്യം എന്നോടൊരു നല്ല കഥ പറയണം, ആ കഥയ്ക്ക് ഒരു നല്ല 1 ലൈൻ ഉണ്ടാകണം, ആ 1 ലൈൻ ഒരു നല്ല സ്ക്രിപ്റ്റ് ഉണ്ടാകണം. പ്രാധാന്യമുള്ളതല്ല എന്നല്ല ഞാൻ പറയുന്നത്. തീർച്ചയായിട്ടും ആരാണ് സംവിധായകൻ എന്നുള്ളത് ഒരു സിനിമയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായ ചോദ്യമാണ്. പക്ഷെ ഒരു സിനിമയെ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ, പ്രത്യേകിച്ച് ഒരു പുതിയ സംവിധായകനൊക്കെ ആണെങ്കിൽ സ്വാഭാവികമായിട്ടും സ്ക്രിപ്റ്റാണ് നമ്മളെ യെസ് ഓർ നോ പറയിപ്പിക്കുന്നത്. പിന്നെ നമ്മളൊരു പുതിയ സംവിധായകന്റെ കാര്യത്തിൽ ആ സംവിധായകനിൽ നമ്മളൊരു വിശ്വാസം കാണിക്കുകയാണ് അല്ലെ. നമ്മൾ അയാൾക്കൊരു കഴിവുണ്ടാകും. അല്ലെ പിന്നെ ലിജോ എന്നൊക്കെ പറഞ്ഞ സംവിധായകരെ കൂട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചെയ്ത ഷോർട്ട് ഫിലിം കാണിച്ച് ഞങ്ങളെ വരട്ടാൻ സംഭവം. ലിജോ വന്നിട്ട് ഏതോ ഒരു പയ്യൻ തടിയൻ വന്നിട്ട് എൻ്റെ അടുത്ത്, ലിജോന്റെ ഫ്രണ്ടാണ് എനിക്ക് പറയാം. അപ്പോൾ ഞാൻ ലിജോ പല്ലശ്ശേരി, ഞാൻ പൂനെ എന്ന് പാസ്വേഡ് ഞാൻ പറഞ്ഞാൽ ശരി. അതുകൊണ്ട് അല്ലെങ്കിൽ ഒരു ഷോർട്ട് ഫിലിം കണ്ട് ഞാൻ എന്നെ വെച്ചൊരു സിനിമ ചെയ്യുന്ന അങ്ങോട്ട് പറയേണ്ടി വന്നു. അപ്പോൾ അതൊന്നും ഇല്ലാത്തൊരാളാണെങ്കിൽ നമുക്ക് സ്ക്രിപ്റ്റിനെ വിശ്വസിക്കേ പറ്റുള്ളൂ. ഇപ്പം മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദിയിലേക്കും കാലെടുത്ത് വെച്ചെന്നല്ല അവിടെ ഉറപ്പിച്ച പോലെയാണ് ഏകദേശം അല്ലേ. ഇപ്പോൾ അയ്യ കഴിഞ്ഞു, ഔറംഗസേബ്, പിന്നെ ഇപ്പോൾ ഷാരൂഖ് ഖാൻ്റെ കൂടെ പുതിയൊരു ഫിലിം. ഇല്ല, ആ സിനിമ ഞാൻ ചെയ്യുന്നില്ല. ആ സിനിമ എനിക്ക് അവരാവശ്യപ്പെടുന്ന ഡേറ്റ്സോ ഒന്നും മറ്റ് സിനിമകളിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നടന് അത് ബുദ്ധിമുട്ടാവും. അപ്പോൾ എന്നെ തേടിയെത്തിയ സിനിമയാണ്. എന്നെ വിളിച്ച് ഇങ്ങനെ എൻ്റെ തന്നെ കഥ പറഞ്ഞ സിനിമ. പിന്നെ പല കാരണങ്ങൾ കൊണ്ട് എനിക്കത് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ ഹിന്ദിയിൽ ഞാൻ
അടുത്ത സിനിമ ചെയ്യുന്നുണ്ട്. അത് അതിൻ്റെ ഒരു ഫോമൽ അനൗൺസ്മെന്റ് വരുമ്പോൾ വരട്ടെ. ചെയ്തല്ലേ. ബോളിവുഡിലെ തിരക്കുള്ളൊരു നായിക റാണി മുഖർജി റെക്കമെൻഡ് ചെയ്തിട്ടൊരു ഫിലിമിലേക്ക് എത്തുക, ബോളിവുഡിലേക്ക് എത്തുക. അതൊരു വലിയ തെറ്റിദ്ധാരണയാണ് ആക്ച്വലി. കാരണം രണ്ട് കാര്യങ്ങൾ. ഒന്ന്, അയ്യ എന്ന് പറഞ്ഞ സിനിമ ഞാൻ ഓക്കെ പറയുമ്പോൾ, ഞാൻ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ അതിൽ റാണി മുഖർജി ഇല്ല. അത് ശരിയാ, റാണി മുഖർജി അതിലില്ല. അതിൽ നായിക ആരാണെന്ന് ഫിക്സ് ആയിട്ടില്ല. പിന്നീടാണ്. സെക്കൻഡ്ലി, ഔറംഗസേബ് എന്ന് പറയുന്ന സിനിമ ഞാൻ അയ്യയുടെ ഒരു പാട്ട് യഷ്രാജ് സ്റ്റുഡിയോസിലെ ഒരു ഫ്ലോറിൽ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ യഷ്രാജിന്റെ കാസ്റ്റിംഗ് ഡയറക്ടറായ ഷാനു ശർമ്മ എന്ന് പറയുന്ന ഒരു സ്ത്രീയുണ്ട്. അവർ അവിടെയൊക്കെ വലിയ വലിയ പ്രൊഡക്ഷൻ ഹൗസസിന് കാസ്റ്റിംഗ് ഡയറക്ടേഴ്സ് ഉണ്ട്. ഈ കാസ്റ്റിംഗ് ഡയറക്ടേഴ്സാണ് സ്ക്രിപ്റ്റ് വായിച്ചിട്ട് തീരുമാനിക്കുക ഈ വേഷത്തിന് ഏറ്റവും അനുയോജ്യം ആരാണെന്ന്. അതിപ്പോൾ എത്ര വലിയ താരമാണെങ്കിലും അവരാണ് പറയുക ഇത് ഈ വേഷം ഇന്നാൾ ചെയ്താൽ നിന്നാവും. ആ ഡിസിഷൻ അവരുടെയാണ്. അപ്പോൾ ഈ കാസ്റ്റിംഗ് ഡയറക്ടർ റാണിയുടെ ഫ്രണ്ടാണ്. റാണി മുഖർജിനെ കാണാൻ അവർ നമ്മുടെ ഷൂട്ടിംഗ് ഫ്ലോറിലേക്ക് വന്നപ്പോഴാണ് എന്നെ പരിചയപ്പെടുന്നത്. ഹായ് ഹലോ പറഞ്ഞ് നമ്മൾ പിരിയുകയും ഒരു 2 ആഴ്ചയ്ക്ക് ശേഷം റാണിയുടെ എൻ്റെ നമ്പർ വാങ്ങിച്ച് എന്നെ വിളിക്കുകയായിരുന്നു. വിളിച്ചിട്ട് പറഞ്ഞത് ഇങ്ങനൊരു സിനിമ ഞങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അതിലൊരു വേഷം ചെയ്യാൻ താല്പര്യം ഉണ്ടാവുമോ എന്ന് പറഞ്ഞ് ഞാൻ പോയി ആക്ച്വലി ഓഡിഷൻ ചെയ്തു. ഞാൻ സ്ക്രീൻ ടെസ്റ്റ് ചെയ്തു. സ്ക്രീൻ ടെസ്റ്റ് ചെയ്തിട്ടാണ് എനിക്ക് ആ സിനിമ കിട്ടുന്നത്. ഓക്കെ, ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? നമ്മുടെ മലയാളത്തിൽ വർക്ക് ചെയ്യുമ്പോഴും ബോളിവുഡിൽ എല്ലാം ഒന്ന് തന്നെയായിരുന്നു ആക്ച്വലി. ഒരു അതിന് വേണ്ടിയിട്ടുള്ള എക്സ്ട്രാ പ്രിപ്പറേഷൻസ് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. എൻ്റെ രണ്ടാമത്തെ സിനിമയിൽ ഞാനൊരു ഹരിയാൻവി ജാട്ട് ആയിരുന്നു. അപ്പോൾ അതിനുവേണ്ടി അതിൻ്റെ ഭാഷ നമുക്ക് ഹിന്ദി അറിയാവുന്നത് കൊണ്ട് കാര്യമില്ലല്ലോ. അത് അവർ സംസാരിക്കുന്ന പോലെ സംസാരിക്കണമെങ്കിൽ അതിന് വേണ്ട ഡിക്ഷൻ ഒക്കെ നമ്മൾ കുറച്ച് പോളിഷ് ചെയ്യണം. അപ്പോൾ അതിനൊരു ശ്രമം ഉണ്ടായിരുന്നു. എനിക്കൊരു ഡിക്ഷൻ ട്യൂട്ടർ ഉണ്ടായിരുന്നു. ഞാൻ വികാസ് കുമാർ എന്നായിരുന്നു അയാളുടെ പേര്. അയാളുടെ കൂടെ ഞാൻ എല്ലാ ദിവസവും ഒരു 2 hours വെച്ച് സ്പെൻഡ് ചെയ്യായിരുന്നു, ഓൾമോസ്റ്റ് ഒരു 2 months. അപ്പോൾ അതായിരുന്നു ഒരു പ്രധാന ശ്രമം. അതല്ലാതെ ഷൂട്ടിംഗ് സമയത്തൊക്കെ എല്ലാം ഇവിടെ അവിടെയൊക്കെ നടക്കുന്ന ഒന്നാണ്. ഓക്കെ, ഇപ്പോൾ ഈ ബോഡി ഫിറ്റ്നസ് എനിക്ക് തോന്നുന്നു മലയാളത്തിൽ കുറച്ച് കുറവാണ് അതിൽ കോൺഷ്യസ് ആവുന്ന ഒരു കാര്യത്തിൽ. പക്ഷേ ഇപ്പോൾ ഈ ഒരു കാലത്തിൽ കുറച്ചുകൂടി കോൺഷ്യസ് ആയി വരുന്നുണ്ട്. ശരിക്കും ഇത് ഒരു സിനിമയിൽ ഒരു കഥാപാത്രത്തിനനുസരിച്ചിട്ടാണോ ആ ഒരു ഇത് ചെയ്യുന്നത്, ഡെയിലി ഒരു റൊട്ടീൻ പോലെ? നമ്മുടെ ഡെയിലി ഫിറ്റ്നസ് റൊട്ടീൻ എന്ന് പറഞ്ഞാൽ ആരോഗ്യം കാത്തു സൂക്ഷിക്കുക എന്നുള്ളത്, ഹെൽത്തി ആയിട്ടിരിക്കുക. അതാണ് ഡെയിലി ഫിറ്റ്നസ് റൊട്ടീൻ എന്ന് പറയുന്നത്, ഹെൽത്തി ആയിട്ടിരിക്കുക. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം അതിനെ ഒരു പടി അപ്പുറത്തോട്ട് കൊണ്ടുപോകുന്നത് ഒരു ആക്ടറിൻ്റെ ഫിറ്റ്നസ് ഉണ്ട്. ഒരു ആക്ടറിൻ്റെ ഫിറ്റ്നസ് എന്ന് പറഞ്ഞാൽ ഒരു കഥാപാത്രത്തിന് ആവശ്യമുള്ളതുപോലെ നമ്മുടെ ശരീരം നമുക്ക് മാറ്റാൻ സാധിക്കുക എന്ന് പറയുന്നത് ഒരു ആക്ടറിൻ്റെ ഫിറ്റ്നസ്. അതിൻ്റെ ഒരു സൗത്ത് ഇന്ത്യയിൽ എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു തുടക്കം എന്നൊക്കെ പറഞ്ഞാൽ കമൽഹാസൻ സാറൊക്കെ ആയിരിക്കും. അദ്ദേഹമാണ് ഈ ഓരോ സിനിമകളിലും ഫിസിക്കാലിറ്റിയൊക്കെ മാറ്റുന്ന, അതെ, അദ്ദേഹമായിരുന്നു അതിൻ്റെ. അപ്പോൾ അതൊരു ആക്ടറിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. നമ്മൾ എത്ര ഗംഭീരമായ നടനാണെങ്കിൽ തന്നെ ഒരു സിനിമ കാണാൻ ഒരു പ്രേക്ഷകൻ തിയേറ്ററിൽ വന്നിരിക്കുമ്പോൾ നമ്മൾ അവതരിപ്പിക്കുന്ന കഥാപാത്രവുമായിട്ടുള്ള ആദ്യത്തെ കണക്ട് എന്ന് പറയുന്നത് നമ്മുടെ അപ്പിയറൻസ് ആണ്, ഓൺ സ്ക്രീനിലുള്ള അപ്പിയറൻസ് ആണ്. അപ്പോൾ അത് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മുടെ ശരീരം ഓരോ ക്യാരക്ടറിനും അനുയോജ്യമാവുന്ന രീതിയിലേക്ക് മാറ്റിയെടുക്കുക എന്ന് പറയുന്ന ഒരു ആക്ടറിൻ്റെ എഫേർട്ടിൻ്റെ ഭാഗമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനൊരു എക്സ്ക്യൂസ് ഒന്നുമില്ല. ഏറ്റവും കൂടുതൽ സ്ട്രെയിൻ ചെയ്തിട്ട് ഒരു കഥാപാത്രത്തിന് വേണ്ടിയിട്ട് ഇതുപോലെ ഇപ്പോൾ ബോഡി മെയിൻറ്റെയിനിങ്ങിലാണെങ്കിലും ഏറ്റവും കൂടുതൽ സ്ട്രെയിൻ ചെയ്തൊരു കഥാപാത്രം ഫിസിക്കലി സ്ട്രെയിൻ ചെയ്ത് ഞാൻ ഹീറോയ്ക്ക് വേണ്ടിയായിരിക്കും. കാരണം അത് ബോഡി ബിൽഡിംഗ് എന്നുള്ളത് മാത്രമല്ല, ആ സിനിമയ്ക്ക് ആവശ്യമായിട്ടുള്ള ആ സിനിമയുടെ കഥയിൽ ഇങ്ങനെ ഒരുപാട് റിസ്കി സാധനം. അപ്പോൾ അത് സ്ട്രെനുവസ് ആയിരുന്നു ആ സിനിമ. പുതിയ മുഖം അത്യാവശ്യം സ്ട്രെനുവസ്, കാരണം ഒരുപാട് ആക്ഷനും. അന്ന് ആ സിനിമ ചെയ്യാൻ അതൊരു ലോ ബഡ്ജറ്റ് സിനിമയാണ്. അന്നത്തെ കാലത്ത് അതൊരു ഹൈ ബഡ്ജറ്റ് ആണ്. പക്ഷെ എന്നാലും ഇന്നത്തെ പോലെ അങ്ങനെ ഒരു 5 കോടി രൂപയൊന്നും മുടക്കാനൊന്നും അന്ന് ഞാൻ അത്ര വലിയ നടൻ ഒന്നുമല്ല. അപ്പോൾ അത് ഇത്ര പൈസക്കുള്ളിൽ തീർക്കാന്നൊക്കെ പറഞ്ഞപ്പോൾ അത് സ്ട്രെനുവസ് ആയിരുന്നു എൻ്റെ ഷൂട്ടിങ്. വർഗം എന്ന് പറഞ്ഞ സിനിമ, ഓരോ സിനിമയിലും സ്ട്രെയിൻ ഉണ്ട്. അത് വേറെ രീതികളിലാണ്. ഇപ്പോൾ എന്താ പറയുക, അഭിനയകലയിൽ പാരമ്പര്യ സിദ്ധിയിൽ ശരിക്കും ഉറച്ച് വിജയം വരിച്ച 2 മക്കളാണ് പൃഥ്വിരാജും ഇന്ദ്രജിത്തും. ശരിക്കും അച്ഛൻ എന്ന സുകുമാരൻ ആണോ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത്, അതോ അഭിനേതാവ് എന്ന സുകുമാരൻ? ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഘടകങ്ങൾ? യാതൊരു സംശയമില്ല, അച്ഛൻ തന്നെയാണ്. സുകുമാരൻ എന്ന് പറഞ്ഞ നടൻ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടേ ഇല്ല. അതിന് 2 കാരണങ്ങൾ. ഒന്ന്, അദ്ദേഹത്തിന്റെ സിനിമകൾ ഞാനങ്ങനെ എല്ലാം കണ്ടിട്ടൊന്നുമില്ല. സെക്കൻഡ്ലി, അത് എനിക്കങ്ങനെ അച്ഛൻ്റെ 1-2 പെർഫോമൻസുകൾ ഒഴിച്ചു വെച്ചാൽ ഞാൻ കൂടുതലും കണ്ടിട്ടുള്ളത് സുകുമാരൻ എന്ന താരത്തിനെയാണ് സിനിമകൾ കണ്ടിട്ടുള്ളത്. MT സാറിന്റെ ഒക്കെ 5-6 സിനിമകളിലാണ് ശരിക്കും അച്ഛൻ ഒരു പെർഫോമറായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്. പിന്നെ സത്യനന്ദിക്കാട് സാറിന്റെ കുറുക്കന്റെ കല്യാണം, കിന്നാരം, ഇവിടെയൊക്കെയാണ് ശരിക്കും അച്ഛൻ ഒരു ആക്ടറായിട്ട് ഞാൻ. ബാക്കി കൂടുതൽ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ ഈ ഡയലോഗ് പറയുന്ന ഒരു രീതിയും അതിനോടൊക്കെ കേറ്റർ ചെയ്യുന്ന, അതായത് സുകുമാരനെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിക്കുന്ന സിനിമകളായിരുന്നു ഞാൻ കൂടുതലും കണ്ടിട്ടുള്ളത്. പിന്നെ ബന്ധനമൊക്കെ ആണെങ്കിൽ ശരിക്കും
നല്ല പെർഫോമൻസും തോന്നിയിട്ടില്ല. പക്ഷേ നമ്മൾ രണ്ടുപേരെയും അദ്ദേഹത്തിന്റെ വ്യക്തിത്വം ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും. ഒരു അച്ഛനും മകനും തമ്മിലുള്ള റിലേഷൻ അതെങ്ങനെയായിരുന്നു? ഞങ്ങൾ ഭയങ്കര കാഷ്വൽ റിലേഷൻഷിപ്പ് ആയിരുന്നു അച്ഛനും മക്കളും തമ്മിൽ. കണ്ടാൽ നമുക്ക് കുറച്ച് സീരിയസ് ആയിട്ട് പുറത്ത് കാണുന്ന അച്ഛനായിരുന്നില്ല വീട്ടിൽ. രണ്ടും അഫ്കോഴ്സ് അച്ഛൻ സംസാരിക്കുന്ന രീതിയൊക്കെ അത് തന്നെയായിരുന്നു. പക്ഷെ ഒരു ഫൺ ലവിങ് കക്ഷിയായിരുന്നു ആക്ച്വലി. പിന്നെന്താ വെച്ചാൽ ഫ്രീ ടൈം കിട്ടിയാൽ അത് വീട്ടിൽ കുടുംബാംഗങ്ങളോടും ചിലവഴി അതാണ് അച്ഛൻ്റെ. അല്ലാതെ കുറച്ച് ദിവസം ഫ്രീ ഉണ്ട്, ഓക്കെ നമുക്കൊരു ട്രിപ്പിനും അതല്ല ഫാമിലിയുടെ കൂടെ നിൽക്കുക എന്നുള്ളതായിരുന്നു അച്ഛൻ്റെ ഏറ്റവും വലിയൊരു വിനോദം. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കൊക്കെ അൺഫോർച്ചുനേറ്റ്ലി ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അച്ഛൻ മരിച്ചുപോയി. അപ്പോൾ എനിക്ക് എൻ്റെ ഏറ്റവും വലിയ സങ്കടം എന്ന് പറഞ്ഞാൽ ഇന്ന് അച്ഛൻ ഉണ്ടായിരുന്ന ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തേനെ. അച്ഛനോടൊപ്പം ഒരു വൈകുന്നേരം ഇരുന്ന് സംസാരിക്കുക, നമ്മൾ സിനിമ സംസാരിക്കുക എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഭയങ്കരമായിട്ട് ഞാൻ എൻജോയ് ചെയ്തേനെ. അത് പറ്റിയില്ല എന്ന് പറയുന്ന ഒരു വലിയ സങ്കടമായിപ്പോയി. എനിക്ക് എൻ്റെ സക്സസ്, എൻ്റെയും ചേട്ടൻ്റെയും സക്സസ് ഏറ്റവും കൂടുതൽ ആഘോഷിച്ചിരുന്നത് അച്ഛനായിരിക്കും. അതെനിക്ക് 100% ഉറപ്പാണ്. അമ്മ കുറെ കൂടെ ഒരു ഭയങ്കര ലെവൽ ഹെഡഡ് ഒരു മെച്യൂർ കക്ഷിയാണ്. അച്ഛൻ അതൊരു ആഘോഷമാക്കി മാറ്റിയാണ് അത്. പക്ഷെ അത് കാണാൻ അച്ഛൻ ഇല്ലാതെ പോയി എന്നുള്ളതാണ് ഒരു വലിയ വിഷമം. ഓക്കെ, ഇപ്പം അമ്മയുടെ കാര്യം പറഞ്ഞു. ഇപ്പം സിനിമ ഇപ്പം കഥാപാത്രങ്ങൾ സെലക്ട് ചെയ്യുന്ന കാര്യത്തിൽ അതിൽ അമ്മയുടെ ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ നല്ലൊരു ക്രിട്ടിക്കാണോ? ഞാൻ അടുത്ത ഏത് സിനിമയാണ് ചെയ്യുന്നത് അമ്മയ്ക്ക് അറിയില്ല. ആക്ച്വലി ഞാൻ ഇപ്പൊ ഏത് സിനിമയിലാണ് അഭിനയിക്കുന്നത് അമ്മയ്ക്ക് അറിയുമെന്ന് സംശയമുണ്ട്. നിങ്ങൾ എങ്ങനെ കണ്ട്? വല്ലപ്പോഴേ ഉള്ളൂ. അമ്മ ആക്ച്വലി ഇപ്പൊ കൂടുതൽ സമയം ദോഹയിലാണ്, ഖത്താറിലാണ്. അമ്മയ്ക്ക് അവിടെ ഒരു റെസ്റ്റോറന്റ് ഉണ്ട്, ഒരു സലോൺ ഉണ്ട്. അപ്പൊ അമ്മ അവിടെയാണ്. അമ്മയുടെ ബിസിനസ് കാര്യങ്ങളൊക്കെ ആയിട്ട് അമ്മ അവിടെയാണ്, ദോഹയിലാണ് കൂടുതൽ സമയം. അമ്മയ്ക്ക് എറണാകുളത്ത് ഒരു വീടുണ്ട്, അമ്മയ്ക്ക് ട്രിവാൻഡ്രത്ത് ഒരു വീടുണ്ട്. മാസത്തിൽ ഒരു പ്രാവശ്യം അമ്മ ഇവിടെ വരും. ഞാനും ചേട്ടനും ഇടയ്ക്കിടയ്ക്ക് ദോഹയിൽ പോകാറുണ്ട്. റെസ്റ്റോറന്റ് പുതിയ ബിസിനസ് സാമ്രാജ്യത്തിലേക്കുള്ള ഒരു എല്ലാവർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട് അതൊക്കെ പൃഥ്വിരാജിന്റെ ഇന്ദ്രയത്തിന്റെയും കാശാണെന്ന്. 5 പൈസ ഞങ്ങളുടെ ഇല്ല, അത് കംപ്ലീറ്റ് അമ്മയുടെ. അമ്മയുടെ അതിൽ എന്തെങ്കിലും എന്താ പറയാ പുതുമകൾ കൊണ്ടുവരാനുള്ള അങ്ങനെ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാറുണ്ട്? അത് ഡെഫിനറ്റ്ലി. അത് നമ്മൾ എപ്പോൾ പോയാലും സജഷൻസ് പറയാറുണ്ട്. അത് നമ്മുടെ സജഷൻസ് കേൾക്കാൻ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം തന്നെ കംപ്ലീറ്റ് ടീമിനെ റൗണ്ട് അപ്പ് ചെയ്ത് അത് കണ്ടു ചെയ്തു പറഞ്ഞാൽ അതൊക്കെ അമ്മ ഒരു എനിക്ക് ആ അമ്മയുടെ പ്രായത്തിൽ ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന അതൊരു എനിക്ക് തോന്നുന്നില്ല ആ പ്രായത്തിൽ എനിക്ക് പറ്റുമെന്ന്. ഇപ്പോൾ ബോംബെയിൽ ഒരു പുതിയ ഫ്ലാറ്റ് ഇല്ലില്ല. ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു മാത്രം. ബോംബെയിൽ ഒരു ഫ്ലാറ്റ് വാങ്ങിക്കാൻ അത്രയും പൈസ എൻ്റെ അടുത്തില്ല. സത്യമായിട്ടും ഇല്ല. ബോംബെയിൽ വിചാരിക്കുന്ന നമ്മള് നമ്മുടെ ഒരു കേരളത്തിൽ നമ്മൾ കണ്ട് നമുക്ക് പരിചയമുള്ളൊരു ഫ്ലാറ്റ് പോലെയൊക്കെ നമ്മൾ ബോംബെയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു നെയ്ബർഹുഡിൽ നമ്മൾ അങ്ങനെ ഒരു ഫ്ലാറ്റ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ 12 കോടി രൂപ എന്നൊക്കെയാണ് അവർ ചോദിക്കുക. അപ്പോൾ നമുക്കത് എനിക്ക് സത്യമായിട്ട് അത്ര പൈസ ഇല്ല എൻ്റെ കയ്യിൽ. ഞാൻ അന്നൊരു ഫ്ലാറ്റിനെ പറ്റി ഇങ്ങനെ ചിന്തിച്ചു തുടങ്ങിയത് കഴിഞ്ഞ വർഷം, അതിന് മുമ്പിലത്തെ വർഷം ഞാൻ ഒരുപാട് ഹോട്ടലിൽ താമസിച്ചു ബോംബെയിൽ. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഹോട്ടൽ മടുക്കും. എത്ര നല്ല ഹോട്ടലാണെങ്കിലും നമ്മൾ ഹോട്ടൽ ജീവിതം മടുക്കും. അങ്ങനെ എറണാകുളത്ത് എനിക്ക് വീടില്ലാതിരുന്ന സമയത്ത് ഈ ഹോട്ടലും ഒക്കെ മടുത്തപ്പോഴാണ് ഞാൻ എറണാകുളത്തൊരു ഫ്ലാറ്റ് വാങ്ങിച്ചത്. അപ്പൊ അതുപോലെ എനിക്ക് ഹോട്ടൽ ജീവിതം മടുത്തു തുടങ്ങിയപ്പോൾ ഒരു ഫ്ലാറ്റ് എടുത്താലെന്നുള്ളൊരു ചിന്ത വന്നു. അത്രേ ഉള്ളൂ. ബോളിവുഡിൽ കാലുറപ്പിക്കാനുള്ള അല്ല, ഹോട്ടൽ ഭക്ഷണവും ഹോട്ടൽ ജീവിതവും മടുത്തുകൊണ്ടാണ്. ഇപ്പൊ ഭക്ഷണത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഓണാണ് വരുന്നത്. ഭക്ഷണപ്രിയനാണോ പൊതുവെ? ആണ്. ഞാൻ ഭയങ്കര ഫുഡിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ജിമ്മിൽ പോയി ഇത്ര അഭ്യാസം കാണിക്കേണ്ടി വരുന്നത്. അല്ല, എനിക്ക് ഡയറ്റ് ചെയ്യാൻ പറ്റില്ല. ഡയറ്റ് ചെയ്യാൻ അറിയാമെങ്കിൽ ഞാൻ മെലിഞ്ഞൊക്കെ ഇരുന്നില്ല. ഞാൻ ഈ ജിമ്മിൽ പോയി കംപ്ലീറ്റ് അഭ്യാസം കാണിക്കുന്നത് എനിക്ക് ഫുഡ് അത്രയ്ക്ക് ഇഷ്ടമുള്ളതുകൊണ്ട്. ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് ചോറും മീൻകറിയും. സദ്യയില് മീൻകറി സദ്യയിൽ ഉൾപ്പെടുത്താൻ പറ്റൂലല്ലേ? മീൻകറി സദ്യയിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല. ഇപ്പോൾ ഓർമ്മയിൽ ഓണത്തിൽ ആണല്ലോ നമുക്കിത് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തൊരു ഓണം. അധികവും എനിക്ക് തോന്നുന്നു സിനിമ വന്നേ പിന്നെ മിക്ക ഓണവും ലൊക്കേഷനിലാണ്. ഞാനങ്ങനെ ഓണത്തിന് വേണ്ടി അങ്ങനെ അവധി എടുക്കുന്ന ഒരു ആളല്ല. അതിനു മുമ്പ് ഓഫ്കോഴ്സ് വീട്ടിലുള്ള ഓണങ്ങൾ അങ്ങനെ ഒരു ഓണമായിട്ട് എടുത്തു പറയാനൊന്നുമില്ല. എല്ലാ മലയാളി കുടുംബങ്ങളും ഓണം ആഘോഷിക്കുന്ന പോലെ തന്നെയാണ് ഞങ്ങളും ആഘോഷിക്കാറുണ്ടായിരുന്നത്. പുതിയ ഉടുപ്പ് കിട്ടും, പുതിയ ഡ്രസ്സൊക്കെ കിട്ടും. നമ്മൾ ഉച്ചയാകുമ്പോൾ ഒരു ഇലയിട്ടൊരു സദ്യ ഉണ്ടാവും. അതൊക്കെ തന്നെ. പൂക്കൾ ഇട്ടിട്ടുണ്ടോ? ഞാൻ ഇട്ടിട്ടുണ്ടോ? ഉണ്ട്. ഞാൻ സ്കൂളിൽ, സൈനിക് സ്കൂളിൽ എല്ലാ ഓണത്തിനും ഒരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. അപ്പൊ അതിന് ഞാനും ഒക്കെ ചെയ്തിട്ടുണ്ട്.